എല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണമെന്ന് പറയുന്നൊരു മുഖ്യമന്ത്രിയാണ് കോൺഗ്രസിനായി കർണാടകയിൽ ഉള്ളത്, DK ശിവകുമാർ. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നേതാക്കളും എതിരാളികളെ കാണുന്നത് പോലെ പരസ്പരം കടിച്ചു കീറുന്ന പ്രസ്താവനകൾ നടത്താറുണ്ട്. കൂടുതലും BJPയുടെ ഭാഗത്തു നിന്നാണ് അത്തരം പരാമർശങ്ങൾ കൂടുതലായി നമ്മൾ കേട്ടിട്ടുള്ളത്. ജാതിയിലും വർഗീയതയിലും ഒക്കെ ഊന്നിക്കൊണ്ടുള്ള ഒരുതരം ഭ്രാന്ത് പിടിച്ച രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നവരാണ് BJP പലപ്പോഴും. പക്ഷേ ഇനി അതുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മോദിയോട് ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ. അതോടെ മാർക്കറ്റ് ഇടിഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെയും മോദിയുടെയും അവസ്ഥ വളരെ ദയനീയമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ തങ്ങളുടെ കൈപ്പിടിയിലാക്കാൻ പഠിച്ച പണി 18 BJP നോക്കുന്നുണ്ട്. അതിനിടയിലേക്കാണ് DK ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയായി എത്തുന്നത്. ഇതോടെ മോദി വിളികളുടെ ആരവം ഒഴിഞ്ഞു. ഇപ്പോൾ അലയടിച്ച് കേൾക്കുന്നത് DK എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അടുത്തിടെ ബംഗളൂരിൽ നടന്ന ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ ഈ രാജ്യം കണ്ടത്. ബംഗളൂരുവിലെ വിധാൻ സൗദയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച ഫ്രീഡം ഹബ്ബയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു DK ശിവകുമാർ. അപ്പോഴാണ് ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് പെട്ടെന്ന് മോദി എന്ന മുദ്രാവാക്യം വിളികൾ ഉയർന്നത്. രാഷ്ട്രീയ എതിരാളികൾ അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ പരിഭ്രാന്തരാകുകയോ അമർഷം പ്രകടിപ്പിക്കുകയോ ചെയ്യാറാണ് പതിവ്. എന്നാൽ ഒട്ടും വിഭ്രാന്തിയില്ലാതെ തികഞ്ഞ സമയബന്ധിതമായ ബുദ്ധിയോടെയാണ് DK ശിവകുമാർ ഇതിനോട് പ്രതികരിച്ചത്. മോദി വിളികൾ കേട്ട ഉടൻ തന്നെ അദ്ദേഹം മൈക്കിലൂടെ സദസ്സിനോടായി പറഞ്ഞു, ഇപ്പോൾ നരേന്ദ്രമോദി പോലും പറയുന്നത് DK എന്നാണ്. ഈ ഒറ്റ വരി മറുപടി കേട്ടതും വലിയൊരു അത്ഭുതമാണ് അവിടെ സംഭവിച്ചത്. തൊട്ടടുത്ത നിമിഷം വരെ മോദിയുടെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ടിരുന്ന അതേ ജനക്കൂട്ടം ഒരു നിമിഷം കൊണ്ട് ശബ്ദമുയർത്തി DK എന്ന് ആർത്ത് വിളിക്കാൻ തുടങ്ങി. ജനങ്ങളുടെ വികാരത്തെയും എതിർപ്പുകളെയും തനിക്കനുകൂലമാക്കി മാറ്റാനുള്ള DK ശിവകുമാറിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞതയാണ് അവിടെ തെളിഞ്ഞു കണ്ടത്. ഇതാദ്യമായല്ല DK ഇത്തരം സന്ദർഭങ്ങളെ വളരെ ലളിതമായി കൈകാര്യം ചെയ്യുന്നത്. മുൻപ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പങ്കെടുത്ത ഒരു പൊതുപരിപാടിയിലും സമാനമായ രീതിയിൽ മുദ്രാവാക്യം വിളികൾ ഉയർന്നിരുന്നു. അന്നും അദ്ദേഹം തികച്ചും സ്പോർട്സ്മാൻ സ്പിരിറ്റോടെയാണ് നേരിട്ടത്. ജനങ്ങൾ മോദി എന്നോ രാഹുൽ എന്നോ സിദ്ധാരാമയ്യ എന്നോ DK എന്നോ വിളിക്കുന്നത് തികച്ചും സ്വാഭാവികമാണെന്നും അത് ജനങ്ങൾക്ക് തങ്ങളുടെ നേതാക്കളോടുള്ള ഇഷ്ടത്തിൻ്റെ സൂചന മാത്രമാണ് എന്നായിരുന്നു ശിവകുമാർ വ്യക്തമാക്കിയത്. ജനക്കൂട്ടത്തിൻ്റെ ആവേശത്തെ അതേപടി ഉൾക്കൊണ്ട് രാഷ്ട്രീയപരമായ പക്വതയോടെയും വലിപ്പച്ചെറുപ്പമില്ലാതെയും ജനങ്ങളോട് ഇടപഴകാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ആ സംഭവം. BJPയുടെ തന്ത്രങ്ങളെയും മുദ്രാവാക്യങ്ങളെയും സ്വന്തം ജനപ്രീതി കൊണ്ട് ഇങ്ങനെ നിഷ്പ്രഭമാക്കാൻ DK ശിവകുമാറിന് സാധിക്കുമ്പോൾ കർണാടക രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ അടിത്തറ കൂടുതൽ ശക്തമാകുകയാണ് ചെയ്യുന്നത്.